ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് 21 സങ്കീർത്തനത്തിൻ്റെ 2-ാമത്തെ വാക്യമാണ്. ദാവീദ് രാജാവിന് വേണ്ടി ദൈവസഭ പ്രാർത്ഥിക്കുന്നതാണ്, വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നതാണ്. ഭക്തന്മാർ അവരുടെ ലീഡർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന മഹത്തായ പ്രാർത്ഥന. ഒന്നുകൂടെ ഞാൻ ഓർപ്പിച്ചോട്ടെ, നമ്മുടെ ലീഡേഴ്സിന് വേണ്ടി നമ്മളല്ലേ പ്രാർത്ഥിക്കേണ്ടത്? നമ്മുടെ പവർ വിഷനെ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഉദരത്തിൽ ചുമന്ന ദർശകൻ ചെയർമാൻ ഡോക്ടർ KC ജോണിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? നന്നായി പ്രാർത്ഥിക്കണം. ആ കൂട്ടത്തിൽ സഹായിച്ച മാത്യൂസ് ചാക്കോ സാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? എബ്രഹാം സാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? നടത്തിപ്പുകാരുടെ എല്ലാം പേര് ഇപ്പോൾ പറയാൻ കഴിയില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. നോക്കൂ, അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം അവന് നൽകി. ദൈവമേ, അങ്ങ് അവന് നൽകി. അവൻ്റെ അധരങ്ങളുടെ യാചന നിഷേധിച്ചതും ഇല്ല. ദാവീദ് രാജാവിൻ്റെ പ്രാർത്ഥനയും ആഗ്രഹവും ദൈവം സാധിപ്പിച്ചു കൊടുത്തു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു കൊച്ച് കണ്ടന്റ് അടർത്തിയെടുക്കാം. ആഗ്രഹവും പ്രാർത്ഥനയും ഒന്നാണോ? ഒന്നുകൂടെ ചിന്തിക്കാൻ ചോദിക്കുക. ആഗ്രഹിക്കുന്നത് തന്നെയാണോ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിക്കുന്നത് തന്നെയാണോ ആഗ്രഹിക്കുന്നത്? ചിന്തിക്കാൻ വേണ്ടി ഒരു മിനിറ്റ് ഞാൻ തരിക. കർത്താവേ, ഭാരതം ഉണർത്തപ്പെടണമേ. ഭാരതം ഉണർത്തപ്പെട്ടാൽ ഭാരതത്തിലെ 146 കോടി മനുഷ്യർ ഉണർത്തപ്പെട്ടാൽ, അവർ ബൈബിളിലേക്ക് വന്നാൽ അവരെ സ്നേഹിക്കാൻ നീ തയ്യാറാണോ? ശരിക്കും നീ അത് ആഗ്രഹിക്കുന്നുണ്ടോ? അവിടുന്ന് താഴോട്ട് വന്ന് കേരളത്തിൽ വന്നിട്ട്, അവനവൻ്റെ ജില്ലയിലേക്ക് വന്നിട്ട്, അവനവൻ്റെ പഞ്ചായത്തിലേക്ക് വന്നിട്ട് ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, എൻ്റെ പഞ്ചായത്തിനെ നീ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞാൽ ആ പഞ്ചായത്തിലെ ഏറ്റവും പാവപ്പെട്ടവനെ നിനക്ക് സ്നേഹിക്കാൻ പറ്റുമോ? ഏറ്റവും ഉഴപ്പനായ മനുഷ്യനോട് സ്നേഹപൂർവ്വം ഇടപെടാൻ പറ്റുമോ? പ്രാർത്ഥിക്കുന്നത് ആഗ്രഹിക്കുന്നതല്ല പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥന മിക്കവാറും ആത്മാർത്ഥതയില്ലാത്തതും ശ്രദ്ധയില്ലാത്തതും ഏകാഗ്രതയില്ലാത്തതും ചടങ്ങ് മാത്രമായതും ആയിത്തീരുന്നുണ്ട്. വിനയത്തോടുകൂടെ പറയുന്നു, പ്രാർത്ഥന തന്നെയായിരിക്കട്ടെ ആഗ്രഹം. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കും. യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കും. അപേക്ഷിച്ചത് തന്നെ ആഗ്രഹിക്കണം. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ പിണങ്ങരുത്. പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഞങ്ങളുടെ പാസ്റ്റർക്ക് നല്ല ഒരു വീട് കൊടുക്കണേ. എന്നിട്ട് ആ നല്ല വീടിൻ്റെ ഉദ്ഘാടനത്തിന് ചെല്ലുമ്പം മാറി നിന്ന് കുശുമ്പ് കുത്തുന്നത് ശരിയാണോ? അടുത്ത പ്രാർത്ഥന, കർത്താവേ, ഞങ്ങളുടെ പാസ്റ്റർക്ക് ഒത്തിരി യാത്രയുണ്ട്, ഒരു നല്ല കാറ് കൊടുക്കണമേ. അപ്പോൾ ഒരു ടൊയോട്ട ഹൈക്രോസ് ഹൈബ്രിഡ് പാസ്റ്റർ മേടിച്ചു. പിറ്റേ ആഴ്ചയിൽ ടൊയോട്ട ഹൈക്രോസ് ഹൈബ്രിഡ് കണ്ടപ്പോൾ ഒരു സഹോദരി മറ്റേ സഹോദരിയോട് പറയുക, ഇപ്പം ഇത് മേടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു, എന്തോരം പാവപ്പെട്ടവർ നമ്മുടെ ഇടയിലുണ്ട്. ഞാൻ പാവപ്പെട്ടവരെ സ്നേഹിക്കുന്ന ആളാണ്, കഴിവുള്ള പോലെയൊക്കെ സഹായിക്കുന്ന ആളുമാണ്. പക്ഷെ നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് ആഗ്രഹിക്കതേ പ്രാർത്ഥിക്കും. ശരിയാണോ? ഈ ദൈവദാസന്മാർ നല്ല വണ്ടി ഉപയോഗിക്കുന്നത് എന്തിനാണെന്നറിയോ?
നിങ്ങൾ കുറച്ച് പേര് പിണങ്ങും, എന്നാലും ഞാൻ അങ്ങ് പറയുക, എന്നെക്കാളൊക്കെ ഒത്തിരി ഓടുന്ന മനുഷ്യരുണ്ട്. പക്ഷെ എൻ്റെ കാര്യം പറയാം, ഞാൻ വിശ്രമിക്കുന്നത് വാഹനത്തിലാണ്, കിടക്കുന്നത് കാറിലാണ്. ഇതാണ് പ്രശ്നം. അപ്പം കുടുക്കം കുറവുള്ള, മൈലേജുള്ള ഒരു വണ്ടി ഇല്ലാതെ പറ്റുമോ? പ്രാർത്ഥിക്കുന്നതൊന്ന്, ആഗ്രഹിക്കുന്നത് മറ്റ്. ഇവിടെ ഒന്ന് കേട്ടേ. ദൈവമേ, രാജാവിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം അങ്ങ് അവന് നൽകണമേ. രാജാവിൻ്റെ അധരങ്ങളുടെ യാചന അങ്ങ് നിഷേധിക്കരുതേ. ഇവിടെ എഴുതിയിരിക്കുന്നത് അങ്ങ് നൽകിയെന്നും അങ്ങ് നിഷേധിച്ചില്ലെന്നുമാണ്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു.